സമയത്ത് ഈ ഒരു മുടി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഹെയർ കെയർ ടിപ്സ് ആണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പോണത്. ഇതിൽ ഏതെങ്കിലും ഞാൻ കാണിക്കുന്ന കുറെ ടിപ്സില് ഏതെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും മുടി വളർത്തിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ടേപ്പ് എടുത്ത് നിങ്ങളുടെ മുടി ഒന്ന് മെഷർ ചെയ്ത് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ ഫോട്ടോസ് ഉണ്ടല്ലോ അത് ഡിഫറെന്റ് ആംഗിളിൽ എടുത്തു വെക്കുക. കാരണം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ മുടിയിൽ മാറ്റം ഉണ്ടാക്കി എടുക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് കേട്ടോ. ഞാൻ ചെയ്യുന്നത് എപ്പോഴും മുടി ഒന്ന് ടേപ്പ് വെച്ച് അളന്ന് നോക്കും. അളന്ന് നോക്കിയതിന് ശേഷം ഒരു ചാലഞ്ച് പോലെ ഞാൻ ഒന്നില്ലെങ്കിൽ 2 വീക്സ് അല്ലെങ്കിൽ 1 മന്ത് അങ്ങനെ ഞാൻ ഒരു ടൈം ടേബിൾ പോലെ ഓരോ ദിവസങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അതിനുശേഷം എന്റെ മനസ്സിൽ ഞാൻ ഇത്ര ദിവസം ചെയ്യണമെന്ന് വിചാരിക്കും. ആ ദിവസം കഴിഞ്ഞ് ഞാൻ മുടി അളന്ന് നോക്കുമ്പോൾ എനിക്ക് അതിന്റെ ഒരു വ്യത്യാസം അറിയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ടേപ്പ് വെച്ച് അളന്ന് വെക്കൂ, അതല്ലെങ്കിൽ ഡിഫറെന്റ് ആംഗിളിൽ നിങ്ങൾ ഫോട്ടോ ഒക്കെ നിങ്ങളുടെ മുടിയുടെ എടുത്തു വെക്കൂ എന്നുള്ളത് പറയണത്. അപ്പൊ നമുക്ക് ഇനി ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ആദ്യത്തെ ടിപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ സ്കാൽപ്പിലും നമ്മുടെ മുടിയിലും നല്ല രീതിക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നിങ്ങൾ നല്ല രീതിക്ക് മുടിയിൽ എണ്ണ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുടി വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. എനിക്കിത് നല്ലപോലെ വർക്ക് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഞാൻ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ ഓവർനൈറ്റ് വെക്കും. രാത്രിയിൽ എന്റെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ലപോലെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് മുടി പെന്നി മെടഞ്ഞ് കെട്ടിവെക്കും. പിറ്റേ ദിവസം രാവിലെ എണീച്ച് ഹെയർ വാഷ് ചെയ്യും, ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യും. ഇങ്ങനെ ആയിരുന്നു ഞാൻ എന്റെ മുടിയിൽ എണ്ണ വെച്ചിരുന്നത്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യും. ഇന്ന് ഞാൻ രാത്രി ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യും. അന്നത്തെ ദിവസം പിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. പിറ്റേ ദിവസം ഒരു ദിവസം മുടി ഫ്രീ ആയി വിട്ടിട്ട് പിറ്റേ ദിവസം വീണ്ടും ഇതേ ഒരു രീതിയിൽ ചെയ്യും. പക്ഷെ ഇപ്പൊ 2 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ എണ്ണ വെച്ച് നിങ്ങൾ 1 മണിക്കൂറെങ്കിലും, രാത്രി വെക്കണമെന്നില്ല, നിങ്ങൾ 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ മുടിയിൽ എണ്ണ വെച്ച് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുടിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. എനിക്കൊക്കെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് എന്റെ മുടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് നിങ്ങൾ ഹെയർ ഓയിൽ എപ്പോഴും മുടി വളരുന്ന വെച്ച് മുടിയിൽ വെച്ച് നടക്കാനേ പാടില്ല. പ്രത്യേകിച്ച് ഡേ ടൈമിൽ നിങ്ങൾ ഹെയർ ഓയിൽ വെച്ച് വൈകുന്നേരം വരെ നിങ്ങളുടെ മുടിയിൽ ആ എണ്ണ വെച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ വിപരീത ഫലമാണ് ഉണ്ടാക്കുക. കാരണം നമ്മുടെ മുടിയിൽ എണ്ണ വെച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ വീടിനുള്ളിലാണെന്നുണ്ടെങ്കിലും കാറ്റത്ത് പൂഴികളും പൊടികളും ഒക്കെ നമ്മുടെ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലുള്ള എണ്ണയിലും ഒക്കെ പറ്റിപ്പിടിച്ച് നമ്മുടെ പോഴ്സ് ഒക്കെ ക്ലോസ് ആവും. അതുകൊണ്ടാണ് എപ്പോഴും മുടിയിൽ ഇങ്ങനെ എണ്ണ വെച്ച് നടക്കരുത് എന്നുള്ളത് പറയണത്. മറിച്ച് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് എണ്ണ വെക്കുന്നത് നല്ലതാണ്. പക്ഷെ എണ്ണ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ ഒരു 1 അവർ കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യണം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ 100% നിങ്ങൾക്ക് വർക്ക് ചെയ്യും. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഈ ഒരു ടിപ്പ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നന്നായിട്ട് വർക്ക് ചെയ്യും. ഇനി രണ്ടാമത് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുക എന്നുള്ളത്. അതായത് നമ്മുടെ മുടി ഫുള്ളായിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഉണ്ടല്ലോ ഓപ്പോസിറ്റ് സൈഡിലാവും. അപ്പൊ നമുക്ക് നോർമലി ഉള്ളതിനേക്കാളും 4 മടങ്ങ് സ്പീഡ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് എന്ന് വെച്ചാൽ നല്ലൊരു ഹെയർ ഗ്രോത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അയ്യോ ഞാനൊക്കെ ഇത് എത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടിപ്പാണ് ഇങ്ങനെ മസാജ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഒരുപാട് നേരം ഒന്നും ചെയ്യണ്ട. ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം നിങ്ങൾ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിലെ ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ മുടിക്ക് പോകുന്നത് ബ്ലഡ് വഴിയാണ്. അപ്പൊ നല്ലൊരു ബ്ലഡ് ഫ്ലോ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവൂലേ ഹെയർ കെയറിൽ. അതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് കാണുന്നത് ഈ ഒരു മസാജിങ് ആണ്. മസാജിങ് നമ്മുടെ ഹെയർ കെയറിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സ്കാൽപ്പിൽ മസാജ് ചെയ്യാം. അതല്ലെങ്കിൽ
കൂടുതൽ നിങ്ങൾക്ക് ഈ ഹെയർ ഓയിൽ നിങ്ങളുടെ മുടിയിൽ വെക്കുമല്ലോ, ആ ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇങ്ങനെ ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ എണ്ണ നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇറങ്ങാനും നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യാനും നമുക്ക് നല്ലൊരു സുഖം കിട്ടാനും ഒക്കെ ഈ ഒരു ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ തന്നെ ഫീൽ ചെയ്യും കേട്ടോ, നിങ്ങൾക്ക് ആ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യും നിങ്ങൾക്ക്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലാണ് അറിയാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ട് നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ബെഡിൽ കിടന്നിട്ട് മുടി ഫുള്ളായിട്ട് താഴോട്ട് ഇട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം കേട്ടോ, അതും നല്ലതാണ്. എങ്ങനെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആ ഒരു രീതിയിൽ ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുന്നത് നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് അടിപൊളിയായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ റീസെന്റ് ട്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ റോസ്മേരി വെച്ചിട്ടുള്ള ഹെയർ കെയർ കേട്ടോ. നിങ്ങൾ റോസ്മേരി വെച്ചിട്ടുള്ള ഹെയർ കെയർ ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റോസ്മേരിയുടെ ഹെയർ കെയർ ചെയ്ത് തുടങ്ങാം കേട്ടോ. റോസ്മേരി വെച്ചിട്ട് ഒരുപാട് രീതിയിൽ നമുക്ക് ഹെയർ കെയർ ചെയ്യാം. നിങ്ങൾക്ക് റോസ്മേരിയുടെ ഹെയർ ഓയിൽ അവൈലബിൾ ആണ്, അതേപോലെ തന്നെ റോസ്മേരിയുടെ ടോണർ അവൈലബിൾ ആണ്, റോസ്മേരിയുടെ എസെൻഷ്യൽ ഓയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റോസ്മേരി വെച്ചിട്ട് ഏത് രീതിയിലാണോ ഹെയർ കെയർ ചെയ്യാൻ താല്പര്യം ആ ഒരു രീതിയിൽ ചെയ്യാം. ഒരു രീതി തന്നെ ചെയ്യണമെന്നില്ല, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്ന് ടോണർ തന്നെയാണ്. ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ നിറച്ചും നമ്മുടെ റോസ്മേരി എടുക്കുക, 1 ഗ്ലാസ് വെള്ളത്തിൽ രാത്രി കുതിരാൻ വെക്കുക, പിറ്റേ ദിവസം അത് അരിച്ചെടുത്തിട്ട് അതൊരു സ്പ്രേ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് നിങ്ങൾ രാത്രിയിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. ഇനിയിപ്പോ രാത്രി നിങ്ങൾ ഇടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് നിങ്ങൾ 1 ടേബിൾ സ്പൂൺ റോസ്മേരിയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുത്താലും മതി. എങ്ങനെ ചെയ്താലും നമുക്ക് റോസ്മേരി നമുക്ക് യൂസ് ചെയ്യാം. അതാ ഞാൻ പറഞ്ഞത്, റോസ്മേരി ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എസെൻഷ്യൽ ഓയിൽ ആയിട്ടാണ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എടുക്കുന്ന ഹെയർ ഓയിലിൽ ഒരു 3-4 ഡ്രോപ്സ് മാത്രമേ ഈ എസെൻഷ്യൽ ഓയിൽ ഇട്ട് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ എസെൻഷ്യൽ ഓയിൽ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്കാൽപ്പിൽ ഇടാൻ വേണ്ടി പാടില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എസെൻഷ്യൽ ഓയിലിന് ഭയങ്കര പവറാണ്, ഭയങ്കര സ്ട്രോങ് ആണത്. അപ്പൊ നിങ്ങളുടെ സ്കാൽപ്പ് പൊള്ളി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് ശ്രദ്ധിക്കുക. ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ട് റോസ്മേരി ഉപയോഗിക്കുന്നതിലൂടെ കിട്ടും. നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ സ്ട്രെങ്തൻ ആവാനും നമ്മുടെ മുടിവേര് നല്ലതുപോലെ സ്ട്രോങ് ആവാനും നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയന്റ് ആണ് റോസ്മേരി. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ കെയർ ഫോളോ ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ ട്രൈ ചെയ്തതിലേ വെച്ച് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള, ഇപ്പോഴും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ് ഉലുവ. എൻ്റെ അമ്മേ, ഉലുവ ഒരു രക്ഷയില്ലാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. ഉലുവ വെച്ചിട്ടുള്ള ടോണർ, ഉലുവ വെച്ചിട്ടുള്ള ഏത് ഹെയർ കെയർ നിങ്ങൾ ട്രൈ ചെയ്താലും അതിൽ 100% റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പാണ് ഗൈസ്. നിങ്ങൾക്കിപ്പോൾ കഷണ്ടി ആയവരാണെങ്കിൽ കൂടി നിങ്ങൾ ഉലുവയുടെ വെള്ളം നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേറെ ലെവൽ ഹെയർ ഗ്രോത്ത് തരും. വളരെ സിമ്പിൾ ആണ്. ഇതേപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളം എടുക്കുക, 1 ടേബിൾ സ്പൂൺ നിറച്ചും ഉലുവയിട്ട് വെക്കുക, പിറ്റേ ദിവസം രാവിലെ അത് അരിച്ചെടുത്ത് ആ ഒരു വെള്ളം നിങ്ങളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. അതല്ലെങ്കിൽ ഇത് നിങ്ങൾക്കൊരു ടോണറായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്തും വിടാം. എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാട്ടോ. എൻ്റെ അമ്മേ, ഉലുവ ഒരു രക്ഷയില്ല, അത്രയ്ക്കും റിസൾട്ടാണ്. ഞാനൊക്കെ ട്രൈ ചെയ്ത് ഞാൻ കുറേ പേർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ ട്രൈ ചെയ്ത് നല്ല മാറ്റങ്ങൾ കിട്ടിയിട്ടുള്ള ഒന്നാണ് ഉലുവ. പക്ഷെ ഉലുവയുടെ മണം മിക്ക ആൾക്കാർക്കും ഇഷ്ടമല്ല. അതേപോലെ തന്നെ കോൾഡ് പെട്ടെന്ന് പിടിക്കും അങ്ങനെയൊക്കെ പറയുന്നവരാണെന്നുണ്ടെങ്കിൽ വേറെ വഴിയില്ല. പക്ഷെ ഉലുവ ഉണ്ടല്ലോ മക്കളെ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണ്ട. നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ഒന്നാണ് അല്ലേ, നമ്മുടെ വീട്ടിലുള്ളത് കൊണ്ട് അത് നിസ്സാരമായിട്ട് കാണരുത്. ഉലുവ അടിപൊളിയാണ്. അപ്പൊ ഉലുവ വെച്ചിട്ടുള്ള ഹെയർ കെയർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ഉലുവ വെച്ചിട്ടുള്ള ഹെയർ കെയർ ചെയ്യൂ. എനിക്ക് നല്ലൊരു റിസൾട്ട് എന്ന് വെച്ചാൽ വിത്തിൻ 1 വീക്കിൽ തന്നെ എനിക്ക് നല്ലൊരു മാറ്റം എൻ്റെ മുടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉലുവയുടെ വെള്ളം, കൂടുതലായിട്ട് ഞാൻ ഉലുവയുടെ വെള്ളമാണ് ഉപയോഗിക്കാറുള്ളത്. ഉലുവയുടെ വെള്ളം എനിക്ക് നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.
പിന്നെ അടുത്തൊരു ടിപ്പ് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. നമ്മുടെ കുഞ്ഞുള്ളിയുടെ നീരുണ്ടല്ലോ, കുഞ്ഞുള്ളി ഒരു 5-6 എടുത്ത് കുത്തിച്ചതച്ച് അതിന്റെ നീര് പിഴിഞ്ഞെടുത്ത് ആ ഒരു നീര് നമ്മളൊരു കോട്ടണിൽ വെച്ച് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് നിങ്ങളിങ്ങനെ ഓരോ ലെയറുകൾ എടുത്ത് നിങ്ങളുടെ ലെയറുകളിലായിട്ട് ഇതിങ്ങനെ ഒപ്പി കൊടുക്കണം. ഇങ്ങനെ ഓരോ വകച്ചലെടുക്കണം. നിങ്ങൾ ഓരോ വകച്ചലിലും ഇങ്ങനെ വെച്ച് 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 ഒപ്പിക്കൊടുത്ത് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ കഴിഞ്ഞിട്ട് നിങ്ങൾ ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്യണം. കാരണം ഉലുവയ്ക്ക് നമ്മുടെ ഉള്ളിക്ക് നല്ലൊരു മണമാണ്. നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താലൊന്നും ഈ ഉള്ളിയുടെ മണം പോവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷാമ്പൂ ഇട്ട് കഴുകണം. അതല്ലെങ്കിൽ നിങ്ങൾ എണ്ണ ഇടുന്ന ദിവസം ഉണ്ടല്ലോ, നിങ്ങളുടെ എണ്ണയിൽ ഈ ഒരു ഉള്ളിനീരും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ എണ്ണയും ഉള്ളിനീരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ഇത് വെള്ളമാണല്ലോ, അപ്പൊ ഇങ്ങനെ ബബിൾസ് മാതിരി പൊന്തി നിൽക്കും. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ എണ്ണയിൽ കൂടെ മിക്സ് ചെയ്തിട്ടും നമ്മുടെ ഉള്ളിനീര് നമ്മുടെ മുടിയിൽ തേക്കാട്ടോ. അടിപൊളി റിസൾട്ടാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ കഷണ്ടിയിൽ വരെ മുടി വളരാൻ കഴിവുള്ള ഒന്നാണ് കുഞ്ഞുള്ളി. വലിയുള്ളി എടുക്കാം, പക്ഷെ വലിയുള്ളിനേക്കാളും കുഞ്ഞുള്ളിയിലാണ് സൾഫർ കണ്ടന്റ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ കുഞ്ഞുള്ളി നീര് നിങ്ങൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയുള്ളിയെ സംബന്ധിച്ച് പെട്ടെന്നൊരു മാറ്റം നിങ്ങളുടെ മുടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുള്ളി അടിപൊളിയാണ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ് കുഞ്ഞുള്ളി. ഞാൻ ഈ പറഞ്ഞതുപോലെ എണ്ണയിൽ മിക്സ് ചെയ്യും. അതേപോലെ തന്നെ എഗ് വൈറ്റ് ഉണ്ടല്ലോ, എഗ് വൈറ്റിന്റെ കൂടെ മിക്സ് ചെയ്യും. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് കുറെ ഇങ്ങനെ യൂസ് ചെയ്ത് ആയപ്പോൾ ഇപ്പോൾ ഒന്നിന്റെയും മണം എനിക്ക് ബാഡായിട്ട് തോന്നുന്നതേ ഇല്ല. ഈ പറഞ്ഞതുപോലെ ഉള്ളിനീര് തേക്കുമ്പോൾ പോലും എനിക്കതൊരു ബാഡ് സ്മെല്ലായിട്ട് ഫീൽ ചെയ്യുന്നതേ ഇല്ല കേട്ടോ. അപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആദ്യം യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്ത് വരുമ്പോൾ അത് നിങ്ങൾക്കൊരു പ്രശ്നമേ അല്ലാതാവും. അപ്പൊ ഇതൊക്കെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം നിങ്ങളുടെ മുടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറും. നിങ്ങൾക്ക് പാച്ചസായ ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കുരുകുനാന്നുള്ള ബേബി ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. നിങ്ങളുടെ ഇപ്പുള്ള മുടിക്ക് നല്ലപോലെ തിക്നെസ് ഉണ്ടാവും. നല്ലപോലെ മുടി വളരാനൊക്കെ ഈ ഒരു ഉള്ളിനീര് നന്നായിട്ട് സഹായിക്കും. ഇതിൽ ഞാൻ കാണിക്കുന്ന എല്ലാ ഹെയർ കെയറുകളും ഇതിനൊക്കെ സഹായിക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത് ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ഞാൻ ഇന്നലെ കാണിച്ചു തന്ന ഒരു ഹെയർ കെയർ, ഒരു ടോണർ, നമ്മുടെ ഉള്ളി, അതേപോലെ തന്നെ കറിവേപ്പില, നമ്മുടെ ഉലുവ, അതേപോലെ തന്നെ നമ്മുടെ അലോവേര, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ചെമ്പരത്തി, ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു ടോണറായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ ഓരോ ടേബിൾ സ്പൂൺ വീതം എടുക്കുക. ചെമ്പരത്തി പൂവാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം എടുക്കുക. കറിവേപ്പില ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 തണ്ട് എടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ വറ്റിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് 1.5 ഗ്ലാസ് മാത്രമേ കിട്ടുള്ളൂ. ഇതൊരു സ്പ്രേ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് നിങ്ങൾക്കൊരു ടോണറായിട്ട് രാത്രിയിൽ ഉപയോഗിക്കാം. കൂടുതലും നമുക്ക് എല്ലാവർക്കും നല്ലത് ടോണറായിട്ട് രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ്. കാരണം ആർക്കും സമയമില്ല, സമയം വലിയൊരു പ്രശ്നമാണ് എല്ലാവർക്കും. അപ്പൊ ഇങ്ങനെ ടോണറൊക്കെ ആവുന്ന സമയത്ത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് നിങ്ങളുടെ സ്കാൽപ്പിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. വളരെ സിമ്പിളും ആണ്, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടും കിട്ടും. അങ്ങനെ ഞാൻ കുറേ ടോണേഴ്സിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറഞ്ഞു തന്ന ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് മാറ്റം കിട്ടുക. 1 വീക്കിന്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാം, അതല്ലെങ്കിൽ 2 വീക്സിന്റെ ഉള്ളിലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിലെ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് റിസൾട്ട് കണ്ടറിയാൻ പറ്റുക കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു ഹെയർ പാക്കുകൾ നിങ്ങളുടെ മുടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ മെയിനായിട്ട് നിങ്ങൾ തുളസി, അതല്ലെങ്കിൽ ആര്യവേപ്പ്, ഇതിലേതെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് നിങ്ങളുടെ ഹെയർ പാക്കിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും തന്നെ 99% ഓഫ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ കെയർ നമ്മൾ വീക്ക്ലി വൺസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സ്കാൽപ്പിൽ ഇറിറ്റേഷൻസോ ചൊറിച്ചിലോ ഡാൻഡ്രഫോ പെയിനിന്റെ ശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. അതല്ലെങ്കിൽ ഇത് തിളപ്പിച്ചിട്ട് ഇതിന്റെ വെള്ളം നിങ്ങൾ അപ്ലൈ ചെയ്താലും മതി. അങ്ങനെ ഒരു പാക്ക് നിങ്ങളുടെ മുടിയിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യും. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചാൽ, മിക്ക ആൾക്കാരുടെയും പ്രശ്നം മുടി ചീവുന്ന സമയത്ത് മുടി പൊട്ടിപ്പോവുക, മുടിയിൽ ധാരാളം സ്പ്ലിറ്റൻസ് വരിക, മുടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുക. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്താന്ന് വെച്ചാല്, നമ്മുടെ മുടിയെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹെയർ കെയറുകൾ ചെയ്യാം. അതും ഈ പറഞ്ഞതുപോലെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാം. അതിൽ ഒന്ന് നമ്മുടെ ഉലുവയും തേങ്ങയും കൂടെ, തേങ്ങ ചിരവിയതും കൂടെ ഇടുക. എന്നിട്ട് ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ട് ഈ ഒരു പാക്ക് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുടി പൊട്ടിപ്പോണത്, മുടി ചെയ്യുമ്പോൾ കട്ടായി താഴെ വീഴണത്, നിങ്ങളുടെ മുടിയിൽ സ്പ്ലിറ്റൻസ് വീണത്, നിങ്ങളുടെ മുടി ഡ്രൈ ആവുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നമേ ഉണ്ടാവില്ല. അതേപോലെ തന്നെ അലോവേരയും ചെമ്പരത്തിയും, അതേപോലെ തന്നെ ഫ്ലാക്സ് സീഡിന്റെ ജെല്ല്, അതല്ലെങ്കിൽ നമ്മുടെ ചോറുണ്ടല്ലോ, വെറും ചോറ്, തണുത്ത വേസ്റ്റ് ആയിട്ട് കളയുന്ന നമ്മുടെ പഴയ ചോറ് ഉണ്ടെന്നുണ്ടെങ്കിലും മതി. അത് കുറച്ചെടുക്കുക. അതിലേക്ക് കുറച്ച്
തേങ്ങ ചിരവിയതും കൂടി ഇട്ട് അരിച്ചെടുത്തിട്ട് മുടിയിൽ തേക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഹെയർ പാക്കുകളൊക്കെ നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടിയിൽ നല്ലപോലെ സോഫ്റ്റ് ആവും, നിങ്ങളുടെ മുടിയിലെ ഇലാസിറ്റി കൂടും. നിങ്ങളുടെ മുടിയിലെ ഇലാസിറ്റി കുറയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ മുടിയിൽ പൊട്ടിപ്പോണതും ഈ മുടിയിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റൻസും ഡ്രൈനെസ്സും ഒക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ നന്നായിട്ട് മാറ്റാൻ സഹായിക്കും. അതേപോലെ തന്നെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞതുപോലെ അരച്ചെടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും നിങ്ങളുടെ മുടിയെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് മാറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കെരാറ്റിൻ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ മുടിയിൽ ചെയ്തു കൊടുക്കാം വീക്ക്ലി വൺസ്. അതൊക്കെ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാം. അപ്പൊ മുടിയിൽ ഇതാണ്, ഈ ഡ്രൈനെസ് ആണ് മുടിയിൽ പൊട്ടിപ്പോണതാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതി നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മുടിയിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇത് ഏതും ചെയ്യാൻ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടിയിൽ കണ്ടീഷണർ ഉപയോഗിക്കുക. കെമിക്കലായിട്ടുള്ള കണ്ടീഷണർ തന്നെ ഉപയോഗിക്കണം. ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടീഷണർ നിങ്ങളുടെ സ്കാൽപ്പിൽ ഇടരുത്, മുടിയിൽ മാത്രം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് ഷാമ്പു ഇട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ മുടിയിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് മേലൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് ഇത് കഴുകിയെടുക്കുക. ഒരിക്കലും കെമിക്കലായിട്ടുള്ള കണ്ടീഷണർ നമ്മുടെ തലയുടെ ഓട്ടിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. നേച്ചുറലായിട്ടുള്ള ഹെയർ പാക്കുകളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മുടെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം, മുടിയിലും അപ്ലൈ ചെയ്യാം. പക്ഷെ കെമിക്കലായിട്ടുള്ള കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ കെമിക്കലായിട്ടുള്ള കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല, അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ മുടിയുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ഹെയർ കെയറുകളും ചെയ്യേണ്ടത്. അത് നിങ്ങൾ ആദ്യമേ മനസ്സിൽ വെക്കുക കേട്ടോ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. ഇപ്പോഴും എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറുന്നില്ല എന്നുള്ളത് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആരും ഞാൻ പറയുന്നത് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറാത്തത്. വെറും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെമഡി ഞാൻ കാണിച്ചിരുന്നു. അത് എത്ര പേര് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കുറേ ആളുകൾ അത് ട്രൈ ചെയ്ത് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കമന്റ് ബോക്സിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ഒരു ടിപ്പ് അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്കും ഈ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോഴോ അല്ലെങ്കിൽ പനി പിടിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ ഹെയർ വാഷ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴൊക്കെ മുടി കൊഴിച്ചിൽ കൂടും. അപ്പോൾ ഞാനിത് ഒരൊറ്റ തവണ ട്രൈ ചെയ്താൽ മതി, അപ്പം തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കും കേട്ടോ. ഇപ്പോഴും മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ ഉലുവ എടുക്കാം, 1 ടേബിൾ സ്പൂൺ നമ്മുടെ തേയിലപ്പൊടി എടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 2-2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നേരെ അടുപ്പത്ത് കൊണ്ടുവച്ച് നല്ലതുപോലെ ഒരു 10 മിനിറ്റ് വെട്ടിത്തിളപ്പിക്കുക. അതിനുശേഷം ഇത് അരിച്ചെടുത്ത് ചൂടാറി കഴിയുമ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഷാമ്പു ഉണ്ടല്ലോ, അത് ഈ ഒരു വെള്ളത്തിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആദ്യം നിങ്ങൾ വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. ഈ ഒരു ഹെയർ കെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ എണ്ണ വെക്കണം, അത് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ആദ്യം പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുക്കുക. അതിനുശേഷം ഈ ഒരു വെള്ളം ഉപയോഗിച്ച് നിങ്ങൾ മുടി കഴുകിയാൽ മതി. ഒരു രക്ഷയില്ല, വെറും ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് 99% അല്ലെങ്കിൽ 99% ഉറപ്പാണ് നിങ്ങൾക്ക് മുടി കൊഴിച്ചിൽ അപ്പം തന്നെ നിൽക്കും. ഗ്യാരണ്ടിയാണ് ഇത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്ത് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മുടി കൊഴിച്ചിലുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഫീഡ്ബാക്ക് അറിയിക്കണം. കാരണം മറ്റുള്ളവർക്ക് അതൊരു മോട്ടിവേഷൻ ആവും കേട്ടോ, എനിക്കും. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി റിസൾട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ തേയിലപ്പൊടി വെച്ചിട്ടുള്ള ടോണറായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. 1 ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുത്തിട്ട് അത് അരിച്ചെടുത്ത് ടോണറായിട്ടും ഉപയോഗിക്കാം. ഇതൊക്കെ വളരെ നല്ലതാണ്. ഇതൊക്കെ ഞാൻ എത്ര തവണ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഭയങ്കര റിസൾട്ടാണ്. അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ട് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഹെയർ കെയർ ആണ്. ഒരുപാട് ഹെയർ കെയർ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കെയർ മാത്രമേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പ് എന്താന്ന് വെച്ചാല്, നമ്മളെല്ലാവരും ചെയ്യുന്ന വലിയൊരു തെറ്റ്, നമ്മളെല്ലാവരും നമ്മുടെ മുടിയിൽ ഷാമ്പു ഇടുന്ന ആളുകളാണ് അല്ലെ. പക്ഷെ നമ്മൾ ഇടുന്ന ഷാമ്പു നമ്മുടെ മുടിക്ക് യോജിച്ചതാണോ എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തിരഞ്ഞെടുക്കുക. നമ്മൾക്ക് 4 ഹെയർ ടൈപ്പാണ് ഉള്ളത്. നോർമൽ ഹെയർ ഉണ്ട്, ഡ്രൈ ഹെയർ ഉണ്ട്, ഓയിലി ഹെയർ ഉണ്ട്, കോമ്പിനേഷൻ ഹെയർ ഉണ്ട്. അപ്പൊ ഈ 4 ഹെയർ ടൈപ്പിനും 4 രീതിയിലുള്ള ഷാമ്പൂസ് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓയിലി ഹെയർകാർക്ക് ഡ്രൈകാർക്ക് കോമ്പിനേഷനോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്താലാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ
നിങ്ങളുടെ മുടിയിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, പതിവിലും ഡ്രൈ ആയിട്ട് ഷാമ്പു ഇടുമ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഷാമ്പു അല്ല, നിങ്ങളുടെ മുടിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഷാമ്പു അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഷാമ്പു വാങ്ങിക്കുന്ന സമയത്ത് അതിൽ തന്നെ ഉണ്ടാവും ഇത് ഡ്രൈ ഹെയർകാർക്കാണ്, ഇത് ഓയിലി ഹെയർകാർക്കാണ് എന്നുള്ളത് അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ അതിൽ പാരബൻ ഫ്രീ, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. പാരബൻ ഫ്രീ, കെമിക്കൽ ഫ്രീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം നമ്മുടെ മുടിക്കോ നമ്മുടെ സ്കാൽപ്പിനോ ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഷാംപൂവിന്റെ ഗുണം, ഷാംപൂ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരൊറ്റ ഗുണം മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത്. അതിലുപരി ഈ ഷാംപൂ യൂസ് ചെയ്തിട്ട് നമുക്ക് വേറെ ഒരു മാറ്റവും നമ്മുടെ മുടിക്കോ സ്കാൽപ്പിനോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, മുടി വളർത്തിയെടുക്കാൻ പറ്റില്ല, മുടി കൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഷാംപൂ നമ്മുടെ തലയുടെ ഓട് നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കാൻ ഷാംപൂ വളരെ നല്ലതാണ്. എന്ന് വെച്ച് നിങ്ങൾ ഡെയിലി ഷാംപൂ യൂസ് ചെയ്യരുത്. ഹെയർ ഓയിൽ വെക്കുന്ന ദിവസങ്ങളിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഷാംപൂ വെച്ച് ഹെയർ വാഷ് ചെയ്യണം. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഷാംപൂ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് ഇതിലൊന്ന് മാറ്റം വരുത്തി നോക്കൂ, നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ മുടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഷാംപൂവിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഇനി ഞാൻ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മുടെ മുടി പിന്നി വെക്കുക എന്നുള്ളത്. പിന്നുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ വലിച്ച് ഇറുക്കി ടൈറ്റായിട്ട് പിന്നുകയല്ല കേട്ടോ, ഭയങ്കര ലൂസ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മുടി പിന്നി മെടഞ്ഞിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളർത്തിയെടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം, ഞാൻ എപ്പോഴും എൻ്റെ മുടി പിന്നി മെടഞ്ഞാണ് ഇടാറുള്ളത്. വീട്ടിൽ നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും രാത്രി ഉറങ്ങുന്ന സമയമാണെന്നുണ്ടെങ്കിലും പിന്നി മെടഞ്ഞിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. ഇങ്ങനെ പിന്നി മെടയുമ്പോഴുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഗുണം എന്താണെന്നറിയോ? നിങ്ങളുടെ മുടിയിൽ സ്പ്ലിറ്റൻസ് വരില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ മുടിയിൽ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റൻസ് പെട്ടെന്ന് കയറിപ്പോവും. പിന്നെ നിങ്ങൾക്ക് അവിടെ ഹെയർ ഗ്രോത്ത് പാതിക്ക് വെച്ച് മുരടിച്ച് പോവും, പിന്നെ ഹെയർ ഗ്രോത്തേ ഉണ്ടാവില്ല. അതേപോലെ തന്നെ മുടി കട്ടായി വീഴുന്ന പ്രശ്നം ഉണ്ടാവില്ല. മുടിയിൽ ഡ്രൈനസ് നല്ലതുപോലെ കൺട്രോൾ ആവും. നേരെ മറിച്ച് നിങ്ങൾ മുടി അഴിച്ചിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി ഇങ്ങനെ കാറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും, സ്പ്ലിറ്റൻസ് വരും, ഡ്രൈനസ് വരും, പൂഴിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ പിടിക്കും. നേരെ മറിച്ച് നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും പഠിക്കുന്ന സമയത്ത് 2 ഭാഗത്ത് മുടി പിന്നി മെടഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് പോയിരുന്നത് അല്ലേ? ആ ഒരു സമയത്ത് എല്ലാവർക്കും എത്ര മുടി ഉണ്ടായിരുന്നു? എല്ലാവരുടെയും പ്രശ്നമാണ്, പണ്ട് മുടി ഉണ്ടായിരുന്നു, ഇപ്പം മുടിയില്ല. അതിന് കാരണം എന്താ? നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ നമ്മുടെ മുടിക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ എന്ന് മുടി പിന്നിയിട്ടത് അഴിച്ചിട്ട് നടക്കാൻ തുടങ്ങിയോ അന്നാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത് അല്ലേ? അതൊക്കെ പേഴ്സണലി എനിക്ക് നല്ല പോലെ ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ വെക്കുക. പുറത്തോട്ട് പോവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുടി അഴിച്ചിടുന്നത് കൊണ്ട് യാതൊരു വിധ പ്രശ്നമില്ല. പക്ഷെ ഡെയിലി നമ്മൾ ഇതേ ഒരു രീതി തുടരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിൽ ഡാമേജസ് ഉണ്ടാക്കും. അതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് രാത്രിയിലൊക്കെ പിന്നെയും മെടഞ്ഞിടുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സഹായിക്കും. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്യൂ എന്നുള്ളത് പറയണത്. പിന്നെ ഒന്നും കൂടി ഞാൻ പറയാം, സ്പ്ലിറ്റൻസ് നിങ്ങളുടെ മുടിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്പ്ലിറ്റൻസ് ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് കയറിപ്പോയി നിങ്ങളുടെ മുടി മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പാതിക്ക് വെച്ച് മുരടിച്ച് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവില്ല. അതേപോലെ തന്നെ ബാക്കിയുള്ള മുടികൾ, കുറച്ച് മുടിയിൽ സ്പ്ലിറ്റൻസ് ഉള്ള മുടി പാതിക്ക് നിൽക്കും, ബാക്കിയുള്ള മുടികൾ വളർന്നു വരും. അതുകൊണ്ടാണ് നിങ്ങളുടെ മുടിയിൽ മേൽഭാഗത്ത് തിക്നെസ്സും താഴ്ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ കോഴിവാല് പോലെ ഇരിക്കണത്. അപ്പോൾ സ്പ്ലിറ്റൻസ് കട്ട് ചെയ്ത് വിടുക. അപ്പൊ നിങ്ങൾക്ക് ഈവൺ ആയിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിതാ നോട്ടിൽ എഴുതി വെച്ചിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഞാൻ ഒരുപാട് ടിപ്സുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടിപ്സുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഹെയർ കെയറുകളാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിൽ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പ്രോമിസ് ആണ് കേട്ടോ, ഞാൻ അടിച്ച് പറയും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്ന ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കണു. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക, ഞാൻ റീപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.